പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങൾക്ക് ചിറകേകാം. MSF അബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. MSFന്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന അബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമാണ് അബീബ് എഡ്യൂക്കെയർ പദ്ധതിയിൽ MSFന്റെ സംസ്ഥാന കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. നീറ്റ്, ജി, CA, CMA, CMA US, ACCA സിവിൽ സർവീസ് ജൂനിയർ പ്രോഗ്രാം 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സിനും ശേഷമുള്ള വിദ്യാർത്ഥികൾക്കാണ്. അത് ആൺകുട്ടികൾക്ക് മാത്രമാണ്. എബ്രോഡ് MBBS, എബ്രോഡ് MBA ഈ കോഴ്സുകളാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഹബീബ് എഡ്യൂക്കെയർ പദ്ധതിക്ക് അപേക്ഷിക്കുക. ആ അപേക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും. അതിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടി ഈ പറഞ്ഞ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കലെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. MSF അബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരും. ഇതുപോലെയാണ് 4th എഡിഷന്റെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഹബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ്, രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നെയിം വളരെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഏതാണോ നിങ്ങളുടെ ജില്ല, കേരളത്തിലെ 14 ജില്ലകളിലും എക്സാമിനേഷൻ സെന്ററുകളുണ്ട്, ഏതാണോ ജില്ല ആ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യാം. ഇതിൽ വളരെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഏത് നിയോജക മണ്ഡലത്തിലാണ് എന്നുള്ളത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മലപ്പുറം ക്ലിക്ക് ചെയ്താൽ പല സമയങ്ങളിലും നമുക്ക് വരാൻ പോകുന്ന ഒരു തെറ്റ് ഏറനാട് എന്ന് ക്ലിക്ക് ചെയ്യും. ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറനാട് താലൂക്ക് എന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് ഏറനാട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറനാട് താലൂക്കിൽ 4ഓ 5ഓ നിയോജക മണ്ഡലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നിയോജക മണ്ഡലം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അരീക്കോടിന് അടുത്തുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏറനാട്, കൊണ്ടോട്ടി, കോട്ടക്കൽ, മലപ്പുറം. അങ്ങനെ 16 നിയോജക മണ്ഡലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം. ഇതുപോലെ ഓരോ ജില്ലയിലെയും നിങ്ങളുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10th കഴിഞ്ഞതാണോ, 6th കഴിഞ്ഞതാണോ, 7th കഴിഞ്ഞതാണോ, ഡിഗ്രി, PG, +2 ഇവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്താൽ 10ാം ക്ലാസ്, 10th ഇന്റഗ്രേറ്റഡ് സയൻസ് കോഴ്സ് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് സയൻസ് പറഞ്ഞാൽ +2 വിത്ത് എൻട്രൻസ് കോച്ചിങ്, നീറ്റ് കോച്ചിങ്ങിന് മാത്രമായിട്ടുണ്ട്, ജി കോച്ചിങ് മാത്രമായിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപേക്ഷിച്ചതിന്റെ ഒരു PDF നിങ്ങൾക്ക് ലഭ്യമാകും. ആ PDF കൊണ്ടിട്ടാണ് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. ആ PDF ഏത് നിയോജക മണ്ഡലത്തിലാണ് നിങ്ങളുടെ പരീക്ഷ എന്നുള്ള കാര്യമാണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം എക്സാമിനേഷൻ സെന്റർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വഴിയോ വാട്സപ്പിലേക്ക് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ രീതിയിലായിരിക്കും ഇതിന്റെ നിർദ്ദേശങ്ങൾ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഹബീബ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതി. ഇതിന് ഒരു ഡോക്യുമെന്റോ മറ്റു കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.